സോ ഡിയർ സ്റ്റുഡൻസ്, ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലോഗരിതം അതിൻ്റെ റൂൾസിനെ കുറിച്ചിട്ടാണ്. സോ റൂൾസ് ഓഫ് ലോഗരിതം. അപ്പോൾ അതിനകത്ത് കുറച്ച് റൂളുണ്ട്. ലോഗരിതം അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് റൂൾസ് ഉണ്ട്. നമ്മൾ എക്സ്പോണൻസിൻ്റെ തിയറിയിൽ കണ്ട അതുപോലെ തന്നെ പ്രൊഡക്റ്റ് റൂള്, കോഷ്യൻ റൂള് എന്നെല്ലാം പറയുന്നത് അതേ സെയിം റൂള് തന്നെയാണ്. സോ ഒന്നാമത്തെ റൂള് പ്രൊഡക്റ്റ് റൂൾ അല്ലെങ്കിൽ റൂൾസ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ, സോ ഇവിടെ ഇതാണ് ലോ, ദാറ്റ് ഈസ് ലോഗരിതം ഓഫ് mn to the base a is equal to എന്താ വരിക, ലോഗരിതം ഓഫ് m to the base a പ്ലസ് ലോഗരിതം ഓഫ് n to the base a. അതായത് നിങ്ങൾ ചെയ്യേണ്ടത് എക്സാമ്പിളിലേക്ക് പോകുമ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ തന്നിട്ടുണ്ട് ലോഗരിതം ഓഫ് 6 to the base 10. ലോഗരിതം ഓഫ് 6 to the base 10. അപ്പം നമ്മൾ 6നെ നമ്മൾ ഫാക്ടേഴ്സ് ആയിട്ട് എഴുതുമ്പോൾ 2 into 3 6 ആണ്. അപ്പോൾ ലോഗരിതം ഓഫ് 2 into 3 m into n എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഉള്ളത്. ലോഗരിതം ഓഫ് mn to the base a എന്നുള്ള രീതിയിൽ നമ്മൾ എഴുതി. ലോഗരിതം ഓഫ് 2 into 3 to the base 10 ഈക്വൽ ടു എന്ത് വരും, ലോഗരിതം ഓഫ് 2 to the base 10, logarithm of 2 to the base 10 plus logarithm of 3 to the base 10. ഓക്കെ, ഒന്നുമില്ല, നമുക്ക് തന്നിട്ടുള്ള ഈ mn എന്ത് ചെയ്യുക, രണ്ടും കൂടി പ്ലസ് ചെയ്യുക. മൾട്ടിപ്ലിക്കേഷൻ ആണ് വരുന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യുക. ഓക്കെ, ഇവിടെ ആഡ് ചെയ്യുക. ലോഗരിതം ഓഫ് ഇതന്നെ സെയിം തന്നെ വരും. ലോഗരിതം ഓഫ് m to the base a ഇങ്ങനെ തന്നെ എഴുതാം. എന്നിട്ട് പ്ലസ് എന്ത് ചെയ്താ, ലോഗരിതം ഓഫ് എമ്മിന് പകരം എന്താ എടുക്കുക, n കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾ എമ്മും എന്നും എയും എന്താണെന്ന് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇപ്പം എമ്മിൻ്റെ സ്ഥാനത്ത് എന്താണുള്ളത്, 2 ആണുള്ളത്. എന്നിൻ്റെ സ്ഥാനത്ത് 3 ആണുള്ളത്. എയുടെ സ്ഥാനത്ത് 10 ആണുള്ളത്. അപ്പം അങ്ങനെ നിങ്ങൾ എന്താണ് അന്നേരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സോ ലോഗരിതം ഓഫ് 2 to the base 10 ഇങ്ങനെയാണ്. ലോഗരിതം ഓഫ് 2 to the base 10 പ്ലസ് ലോഗരിതം ഓഫ് 3 to the base 10. അപ്പം അങ്ങനെ രണ്ടും കൂടി ആഡ് ചെയ്താൽ ഇതാണ് ഇത് കിട്ടുക എന്നുള്ളത്. ഇനി അടുത്തൊരു എക്സാമ്പിൾ, ലോഗരിതം ഓഫ് 30 ദാറ്റ് ഈസ് 15 into 2 എന്നായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ലോഗരിതം ഓഫ് 15 പ്ലസ് ലോഗരിതം ഓഫ് 2. അപ്പോൾ 15 into 2 നമ്മൾ എങ്ങനെയാണ് ചെയ്യുക, 30യുടെ എങ്ങനെയാണ് നമ്മൾ 15 into 2 എന്ന് പറയുമ്പോൾ ലോഗരിതം ഓഫ് 15 into 2 എന്ന് പറയുമ്പോൾ എന്താണ് വരിക, ലോഗരിതം ഓഫ് 15 പ്ലസ് ലോഗരിതം ഓഫ് 2. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ പറയുവാണ് ലോഗരിതം ഓഫ് 4 into 3. ലോഗരിതം ഓഫ് 4 into 3 അല്ലെങ്കിൽ ലോഗരിതം ഓഫ് 12. അപ്പോൾ ലോഗരിതം ഓഫ് 4 പ്ലസ് ലോഗരിതം ഓഫ് 3. അപ്പോൾ 4 into 3 എന്ന് വരുമ്പോൾ ഞങ്ങൾക്കറിയാം, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, നമ്മൾ പ്രൊഡക്റ്റ് നമ്മൾ എക്സ്പോണൻസിൽ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ പ്ലസ് എന്ന് വരുമ്പോൾ ഇൻറ്റു എന്ന് വരുമ്പം ഇങ്ങനെ 2 മാർക്കാണുള്ളത്. ഇപ്പോൾ ഏതെങ്കിലും ഒരു സൈഡിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇത് ചെരിച്ചിട്ട് മറ്റും നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, നിങ്ങൾക്ക് പ്ലസ് പോലെ തോന്നും. ഓക്കെ, അപ്പോൾ ഇൻറ്റു വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്, പ്ലസ് ആണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി കോഷ്യൻ റൂള് എന്ന് പറഞ്ഞാൽ എന്താണ്, റൂൾ ഓഫ് ഡിവിഷൻ. സെയിം തന്നെയാണ്. ലോഗ് ഓഫ് mn to the base a എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇവിടെ m into n എന്നുള്ളതിന് പകരം m by n എന്നാണ്. ഓക്കെ, സെയിം തന്നെയാണ്. പക്ഷെ അവിടെ ബൈ അല്ലെങ്കിൽ ഡിവൈഡഡ് ബൈ എന്നുള്ള വരുമ്പം എന്ത് ചെയ്യണം, അവിടെ ഡിവൈഡഡ് ബൈ എന്ന് വരുമ്പം ഒരു ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യാം, മൈനസ് ചെയ്യാം. ഓക്കെ, കോഷ്യൻ റൂള് മൈനസ് ചെയ്യാം. അപ്പോൾ ലോഗരിതം ഓഫ് m by n to the base a എന്ന് പറഞ്ഞാൽ എന്താണ്, ലോഗരിതം ഓഫ് m to the base a മൈനസ് ബാക്കി എഴുതുക ലോഗരിതം ഓഫ് n to the base a. അത് നമ്മൾ എഴുതുമ്പോൾ ഇങ്ങനെ മനസ്സിലാവും. ലോഗരിതം ഓഫ് 106 ഡിവൈഡഡ് ബൈ 320 എന്ന് പറയുമ്പോൾ എന്താണ്, ആദ്യം വേണ്ടത് ലോഗരിതം ഓഫ് 106 മൈനസ് താഴെയുള്ള ലോഗരിതം ഓഫ് 320. ഓക്കെ, അങ്ങനെ രണ്ടും കൂടി മൈനസ് ചെയ്യാം. ഇനിയിപ്പം ലോഗരിതം ഓഫ് 3/2 എന്ന് പറഞ്ഞാൽ എന്താണ്, ലോഗരിതം ഓഫ് 3 മൈനസ് ലോഗരിതം ഓഫ് 2.
ഓക്കെ, ബേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ബേസ് അവിടെ ഇടുക. ഇനി റൂൾ ഓഫ് പവർ ആണ്. റൂൾ ഓഫ് പവർ എന്ന് പറഞ്ഞാൽ ലോഗരിതം ഓഫ് m raised to n, ലോഗരിതം ഓഫ് m raised to n to the base a, that will be equal to, നമ്മൾ ചെയ്യേണ്ടത് ഇത് അങ്ങനെ തന്നെ എഴുതുക. ഓക്കെ, ലോഗരിതം ഓഫ് m to the base a, ലോഗരിതം ഓഫ് m to the base a, ഈ പവർ n, ഓക്കെ, n ആണ് പവർ, അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഈ ഒരു വാല്യൂവിനെ നമ്മൾ n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇപ്പോൾ ലോഗരിതം ഓഫ് 8 to the power 10 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഈ 8നെ നമ്മൾ 2 ക്യൂബായിട്ട് എഴുതുമ്പോൾ എന്ത് വേണം? നമ്മൾ ഇത് അതേപോലെ തന്നെ എഴുതുക, ഈ ടേം അതേപോലെ തന്നെ എഴുതുക. ദാറ്റ് ഈസ് ലോഗരിതം ഓഫ് 2 to the base 10, അതുപോലെ തന്നെ എഴുതുക. എന്നിട്ട് മുന്നിൽ എന്ത് ചെയ്യുക? ഈ പവർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. പവർ വരുമ്പം ആ പവറിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാത്ത, ദാറ്റ് ഈസ് 3 log 2 to the base 10 എന്ന് വരും. 3 into ഈ ടേമിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, പവർ റൂൾ എന്ന് പറഞ്ഞാൽ പവർ എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഇവിടെ n ആണെങ്കിൽ n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇപ്പൊ 3 ആണെങ്കിൽ 3നെ കൊണ്ട് ആ ടേം മൾട്ടിപ്ലൈ ചെയ്യുക. ഇപ്പൊ 4 ആണെങ്കിൽ 4 into log 4 to the base 10 എന്നോ, അങ്ങനെ നമ്മൾ എന്താണോ ടേം ഉള്ളത് അതിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. പവറിനെ കൊണ്ട് ആ ടേമിനെ മൾട്ടിപ്ലൈ ചെയ്യാം. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ പറയുന്നത് log 10 raised to 5 to the base 2, log 10 raised to 5 to the base 2. അപ്പം എന്ത് വേണം? ഈ ടേം അതുപോലെ തന്നെ എഴുതുക, മുന്നിൽ 5 എഴുതുക. ദാറ്റ് ഈസ് 5 into 5നെ കൊണ്ട് ഏതിനെ മൾട്ടിപ്ലൈ ചെയ്യുക? ഈ ടേമിനെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പം നമുക്ക് എന്ത് വരും? 5 into log 10 to the base 2, log 10 to the base 2. സോ 5 into ഈ പവറിനെ കൊണ്ട് നമ്മൾ ഈ ടേമിനെ മൾട്ടിപ്ലൈ ചെയ്യുക. ദാറ്റ് ഈസ് 5 into log 10 to the base 2. ഇനി നമ്മൾ അടുത്ത റൂള് പറയുന്നത് ഇങ്ങനെയാണ്: ലോഗരിതം ഓഫ് യൂണിറ്റി ടു എനി ബേസ് ഈസ് 0. ദാറ്റ് ഈസ് ലോഗരിതം ഓഫ് എനി നമ്പർ, ലോഗരിതം ഓഫ് എനി നമ്പർ. ദാറ്റ് ഈസ് നമ്മളിവിടെ 1 എന്ന് വന്നാൽ എന്താണ്? 0 ആയിരിക്കും. ഓക്കെ, ഏത് ബേസ് ആയിക്കോട്ടെ. എക്സാമ്പിൾ പറയുവാണെങ്കിൽ ലോഗരിതം ഓഫ് ഇവിടെ നമ്പർ ഇപ്പം 1 ആണെങ്കിൽ ഇവിടെ ബേസ് b ഈക്വൽ ടു ഏത് നമ്പർ ആയിക്കോട്ടെ, നമ്പർ അവിടെ 1 ആണെങ്കിൽ നിങ്ങളുടെ ആൻസർ എന്താണ്? 0 ആണ്. ദാറ്റ് ഈസ് a raised to 0 ഈക്വൽ ടു 1 ആണ്. ഓക്കെ, ബേസ് ഇപ്പോൾ 5 raised to 0, 5 raised to 0 എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ആണ്. ഓക്കെ, അതുപോലെ തന്നെ 100 raised to 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. 1000 raised to 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. ഏതൊരു വാല്യൂവിൻ്റെ പവർ 0 ആണെങ്കിൽ അവിടെ വാല്യൂ ഈക്വൽ ടു 1 ആണ്. ഇതാണ് നമ്മൾ ഈ ഒരു കാര്യം നമ്മൾ ലോഗരിതത്തിലേക്ക് മാറ്റുമ്പോൾ എന്ത് വരും? ലോഗരിതം ഓഫ് നമ്പർ 1. ഓക്കെ, ലോഗരിതം ഓഫ് 1 to the base a is equal to 0. അപ്പോൾ ലോഗരിതം ഓഫ് 1 to the base 5 equal to 0. Then logarithm of any number to the same base always equal to unity. അതായത് ബേസും നമ്പറും സെയിം ആണെങ്കിൽ, ബേസും നമ്പറും സെയിം ആണെങ്കിൽ, ബേസും നമ്പറും സെയിം ആണെങ്കിൽ അവിടെ ഈക്വൽ ടു 1 ആയിരിക്കും. ലൈക്ക് ഇപ്പം ലോഗരിതം ഓഫ് 2 to the base 2 രണ്ടും സെയിം ആണെങ്കിൽ ആൻസർ എന്തായിരിക്കും? 1 ആയിരിക്കും. സോ ലോഗരിതം ഓഫ് 2 to the base 2 ഈക്വൽ ടു 1. ഇനി പ്രോപ്പർട്ടീസ് ഓഫ് ലോഗരിതം എന്ന് പറഞ്ഞിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. ഇപ്പോൾ പ്രോപ്പർട്ടീസ് ഓഫ് ലോഗരിതം നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ലോഗരിതം ഓഫ് എ നമ്പർ ടു ദ സെയിം ബേസ്, രണ്ടും ഒന്ന് തന്നെയാണെങ്കിൽ, അതായത് ഇവിടെയും 5 ഇവിടെയും 5, ഇവിടെയും 1000 ഇവിടെയും 1000, 5 5 അല്ലെങ്കിൽ 2 2 അല്ലെങ്കിൽ 6 6, ഇവിടെ നമ്പറും ബേസും സെയിം തന്നെയാണെങ്കിൽ വാല്യൂ ഈക്വൽ ടു 1 ആണ്. ആൻഡ് ലോഗരിതം ഓഫ് 1 ഓൾവേസ് ഈക്വൽ ടു 0. ദാറ്റ് ഈസ് ഏത് ബേസും ആയിക്കോട്ടെ, ദാറ്റ് ഈസ് ലോഗരിതം ഓഫ് 1 to the base a. ഏത് ബേസും ആയിക്കോട്ടെ അവിടെ നമ്പർ 1 ആണെങ്കിൽ
that equal to 0. And logarithm of xy equal to logarithm of x plus logarithm of y. നമ്മൾ നേരത്തെ logarithm of m എന്ന് പറഞ്ഞതുപോലെ തന്നെ logarithm of m plus logarithm of n. ഓക്കെ, അപ്പോൾ അത് നേരെ തിരിച്ചു എഴുതാം. That is logarithm of x plus logarithm of y, that will be equal to logarithm of xy. ഇനി അടുത്ത നാലാമത്തെ ലോ പ്രകാരം ഡിവിഷൻ റൂൾ ആണ്. That is logarithm of a by b equal to logarithm of a minus divided by വരുമ്പോൾ മൈനസ് വരും. That is logarithm of a minus logarithm of b, ആൻഡ് ഇത് ഇങ്ങോട്ടേക്കും ഈക്വൽ ആയിരിക്കും. It is logarithm of a minus logarithm of b, that will be equal to logarithm of a by b. ആൻഡ് അടുത്ത അഞ്ചാമത്തത് പറയുന്നത് ഇങ്ങനെയാണ്, logarithm of a plus b. a plus b ഇപ്പം 3ഉം 2ഉം കൂട്ടിയാൽ അതിൻ്റെ ലോഗരിതം എടുക്കുകയും ലോഗരിതം ഓഫ് a അല്ലെങ്കിൽ എന്താണ് ലോഗരിതം ഓഫ് a 3ന്റെ ലോഗരിതവും 2ന്റെ ലോഗരിതവും രണ്ടും കൂടി ആഡ് ചെയ്താലും രണ്ടും ഈക്വൽ അല്ല എന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് ലോഗരിതം ഓഫ് a പ്ലസ് ബിയും ലോഗരിതം ഓഫ് a പ്ലസ് ലോഗരിതം ഓഫ് ബി ഇത് രണ്ടും ഈക്വൽ അല്ല എന്നാണ് പറയുന്നത്. അടുത്ത പ്രോപ്പർട്ടി ഇതാണ്, ലോഗരിതം ഓഫ് b to the base a. Logarithm of b to the base a is equal to അതിൻ്റെ റെസിപ്രോക്കൽ ആയിരിക്കും. ദാറ്റ് ഈസ് 1 അന്നേരം നമ്മുടെ ബേസും പവറും ബേസും നമ്പറും അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. ഓക്കെ, ദാറ്റ് ഈസ് ഇത് നിങ്ങൾ റെസിപ്രോക്കൽ ആക്കുമ്പോൾ ദാറ്റ് ഈസ് ലോഗരിതം ഓഫ് b to the base a നിങ്ങൾ റെസിപ്രോക്കൽ അല്ലെങ്കിൽ ഇതിൻ്റെ നേരെ നിങ്ങൾ എന്താണ് ഉൾട്ട എടുക്കുകയാണെങ്കിൽ 1 logarithm of a to the base b ആവും. ഈ ബേസും നമ്പറും അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. ഓക്കെ, ദെൻ ലോഗരിതം ഓഫ് a ഇൻറ്റു 1/b എന്ന് പറഞ്ഞാൽ മൈനസ് ലോഗരിതം ഓഫ് b ടു ദ ബേസ് a. ലോഗരിതം ഓഫ് a logarithm of 1/b to the base a is equal to minus logarithm of b to the base a. Okay, then അടുത്തത് നമ്മൾ പറയുന്നത് logarithm of a to the base b into logarithm of b to the base a is equal to 1. ഓക്കെ, അതായത് നമ്മൾ പറയുന്ന ലോഗരിതം ഓഫ് 3 to the base 2 ആൻഡ് ഇൻറ്റു ലോഗരിതം ഓഫ് 2 to the base 3. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്പറും ബേസും ശ്രദ്ധിക്കണേ, നമ്പറും ബേസും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഇൻ്റർചേഞ്ച് ഇട്ടിട്ട് രണ്ടും കൂടി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് വാല്യൂ 1 ആയിരിക്കും കിട്ടുക. സോ ഇത്രയാണ് പ്രോപ്പർട്ടീസ് ആയിട്ടുള്ളത്. അപ്പോൾ ഈ PDF ഞാൻ ഓൾറെഡി ഗ്രൂപ്പിൽ ഇടാം. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്. നമ്മൾ അപ്പോൾ ഇതാണ് നമ്മൾ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറയാം ഇനി അടുത്തതായിട്ട് നമ്മൾ ഈ പ്രോപ്പർട്ടീസിൻ്റെ എന്താണ് ആപ്ലിക്കേഷനാണ് നമ്മൾ നോക്കുന്നത്. ക്വസ്റ്റ്യൻസ് നോക്കാം. ഇഫ് എക്സ് ഈക്വൽ ടു ലോഗ് 2, ലോഗ് 2 എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. y is equal to log 3, z equal to log 5. അപ്പോൾ ഫൈൻഡ് ദ ലോഗരിതം ഓഫ് ഈ പറയുന്ന വാല്യൂസിൻ്റെ ലോഗരിതം കണ്ടുപിടിക്കുക. എക്സ് വൈ സെഡ് ടേംസിൽ നിങ്ങളോട് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് തന്നിട്ടുള്ള വാല്യൂസ് 2, 3, 5 അല്ലേ. ലോഗരിതം ഓഫ് 2, ലോഗരിതം ഓഫ് 3, ലോഗരിതം ഓഫ് 5. അപ്പോൾ 30, 150, 7.5, 36/5 ഇത് നമ്മൾ എക്സ് വൈ സെഡ് എന്ന് പറയുന്ന ടേംസിൽ നമ്മൾ എഴുതണം. അപ്പോൾ 30നെ ഈ 2, 3, 5 വെച്ചിട്ട് നമുക്ക് എങ്ങനെ 30 കിട്ടും എന്ന് ആദ്യം നോക്കുക. ദാറ്റ് ഈസ് വി ക്യാൻ സേ ദാറ്റ് 2 × 3 × 5 2, 3, 5 ഇത് 3 നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 30 കിട്ടും. അപ്പോൾ നമ്മൾ ഇത് പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുക. ദാറ്റ് ഈസ് log 30 ഈക്വൽ ടു log 2 plus log 3 plus log 5. That is log 2 plus log 3 plus log 5. അപ്പോൾ log 2 എത്രയാണ് തന്നിട്ടുള്ളത്? എക്സ് ആണ്.
log 3 y ആണ്, log 5 z ആണ്. സോ നമുക്ക് എന്ത് എഴുതാം? log 2ന് പകരം വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് എന്ന് കിട്ടും. ഇനി അതുപോലെ തന്നെ 150നെ നമുക്ക് എങ്ങനെ എഴുതാം? 2 ഇൻറ്റു 3 ഇൻറ്റു 5 സ്ക്വയർ, ദറ്റ് ഈസ് 2 ഇൻറ്റു 3 6, 6 ഇൻറ്റു 25 ദാറ്റ്സ് ഈക്വൽ ടു 150. അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം? അപ്പോൾ ഇത് പ്രൊഡക്റ്റ് റൂൾ ആദ്യം അപ്ലൈ ചെയ്യുക. ദാറ്റ് ഈസ് ലോഗ് 2 ഇൻറ്റു എന്ന് വരുമ്പോൾ എന്ത് വരും? പ്ലസ് വരും. ലോഗ് 2 പ്ലസ് ലോഗ് 3 പ്ലസ് ലോഗ് 5 സ്ക്വയർ. ഓക്കെ, ലോഗ് 5 സ്ക്വയർ. അപ്പോൾ ഇവിടെ നിങ്ങൾ പവർ റൂള് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ലോഗ് 2 പ്ലസ് ലോഗ് 3 പ്ലസ് ലോഗ് 5 സ്ക്വയർ. അപ്പം എന്ത് ചെയ്യുക? ഈ പവർ മുന്നിൽ വരും അല്ലേ? ഇപ്പം 2 ലോഗ് 5, ഈ പവർ മുന്നിൽ വരും. 2 ഇൻറ്റു ലോഗ് 5 എന്ന് വരും. അപ്പോൾ നമ്മൾ ലോഗ് 2 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എക്സ് ആണ്, ലോഗ് 3 എന്ന് പറഞ്ഞാൽ വൈ ആണ്. 2 ഇൻറ്റു ലോഗ് 5, ലോഗ് 5 എത്രയാണ്? സെഡ് ആണ്. സോ 2 ഇൻറ്റു സെഡ് 2z. അങ്ങനെ നമുക്ക് എക്സ് പ്ലസ് വൈ പ്ലസ് 2z എങ്ങനെയാണ് കിട്ടിയത്? 2 ഇൻറ്റു z ആണ്. നമ്മൾ ലോഗ് 5 ആയിട്ട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലോഗ് 5 z ആണെന്നുള്ളത്. ഓക്കെ, ദെൻ 7.5നെ നമ്മൾ എഴുതുവാണ്. ദാറ്റ് ഈസ് 3 ഇൻറ്റു 5 ഡിവൈഡഡ് ബൈ 2. ഓക്കെ, 3 ഇൻറ്റു 5 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇത് പ്രൊഡക്റ്റ് റൂളായിട്ട് വരും. ദാറ്റ് ഈസ് ലോഗ് 3 പ്ലസ് ലോഗ് 5. ഇവിടെ ഡിവൈഡഡ് ബൈ വരുമ്പം മൈനസ് വരും അല്ലേ? ഡിവൈഡഡ് ബൈ വരുമ്പം മൈനസ് വരും. ദാറ്റ് ഈസ് ലോഗ് 3 പ്ലസ് ലോഗ് 5 മൈനസ് ലോഗ് 2. ലോഗ് 3 പ്ലസ് ലോഗ് 5 മൈനസ് ലോഗ് 2 എന്ന് വരും. അപ്പോൾ നമ്മൾ പറയുവാണ് ലോഗ് 3 y ആണ്, y പ്ലസ് ലോഗ് 5 z ആണ്, y പ്ലസ് z മൈനസ് എക്സ് എന്ന് വരും. സോ 7.5 ലോഗ് 7.5 എന്ന് പറയുന്നത് നമ്മൾ y പ്ലസ് z മൈനസ് എക്സ് എന്ന് വരും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ 36/5 എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാം? 36/5 എന്നുള്ളത് 2 സ്ക്വയർ ഇൻറ്റു 3 സ്ക്വയർ ഡിവൈഡഡ് ബൈ 5. 2 സ്ക്വയർ ഇൻറ്റു 3 സ്ക്വയർ, 4 ഇൻറ്റു 9 36 ഡിവൈഡഡ് ബൈ 5. അപ്പോൾ എന്ത് വരും? ലോഗ് 2 സ്ക്വയർ ഇൻറ്റു എന്നുള്ള സ്ഥാനത്ത് പ്ലസ് വരും, ലോഗ് 3 സ്ക്വയർ. സോ ലോഗ് 2 സ്ക്വയർ പ്ലസ് ലോഗ് 3 സ്ക്വയർ ഡിവൈഡഡ് ബൈ എന്നുള്ള പ്ലേസിൽ മൈനസ് ലോഗ് 5. സോ ലോഗ് 2 സ്ക്വയർ പ്ലസ് ലോഗ് 3 സ്ക്വയർ മൈനസ് ലോഗ് 5 എന്ന് വരും. ആൻഡ് ലോഗ് 2 സ്ക്വയർ എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാം? പവർ മുന്നിൽ കൊടുക്കാം. ദറ്റ് ഈസ് 2 ലോഗ് 2 പ്ലസ് 2 ലോഗ് 3 മൈനസ് 2 ലോഗ് 5 എന്ന് വരും. ഓക്കെ, 2 ലോഗ് 2 പ്ലസ് 2 ലോഗ് 3 മൈനസ് ലോഗ് 5 എന്ന് വരും. അപ്പോൾ 2 ലോഗ് 2 എന്ന് പറയുന്നത് എത്രയാണ്? 2 ഇൻറ്റു എക്സ് പ്ലസ് 2 ഇൻറ്റു വൈ മൈനസ് ലോഗ് 5 എന്ന് പറയുന്നത് z ആണ്. 2x പ്ലസ് 2y മൈനസ് z എന്ന് വരും. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുക. സോ താങ്ക് യു.